വേണ്ട ഗൈസ്, ഈ പരിപാടിനോട് എനിക്കൊരു താല്പര്യമല്ല. ഇവിടെ വരും മനുഷ്യന്റെ അടുത്തേക്ക്. ഹലോ ഗൈസ്, എങ്ങോട്ടാ പോണായിരുന്നു? നമ്മളിന്ന് പാർക്ക് ഒമേഗ. ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു കുറച്ച് ലെങ്തി വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാനിവിടെ വന്ന അന്ന് മുതൽ കേൾക്കുന്നതാണ് നമുക്ക് ഒമേഗ പാർക്ക് പോകണം. ഞാൻ സത്യത്തിലൊരു നോർമൽ എന്നും ഞാൻ കാണിക്കുന്ന പോലത്തെ ഒരു പാർക്കായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലാവണം അതൊരു ഫോറസ്റ്റാണ്, ഒരുപാട് അനിമൽസൊക്കെ ഉള്ള ഒരു ഫോറസ്റ്റാണ്. അപ്പോൾ കാക്കുവിൻ്റെ ഭയങ്കര ഹൈപ്പ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഉണ്ടായില്ല. കാക്കു അങ്ങനെ ചുമ്മാ കുറേ ഹൈപ്പ് കൊടുക്കുന്ന ഒരാളാണ്. അങ്ങനെ വലിയൊരു തീരെ പ്രതീക്ഷ ഇല്ലാണ്ടാണ് നമ്മൾ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എൻട്രൻസിൽ എത്താണ്. അത് കണ്ടോ, ഒരു പട്ടിക്കുട്ടി കൈ ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു അത്യാവശ്യം റണ്ണിങ് ഉണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 1.5 മണിക്കൂറിൻ്റെ റണ്ണിങ് ഉണ്ട് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഞാൻ ഫൈനലി നമ്മൾ ഇവിടെ ഡെസ്റ്റിനേഷനിൽ എത്തി. അപ്പോൾ അവിടെ വലിയതായിട്ട് പാർക്ക് ഒമേഗന്ന് വലിയൊരു ഇതിലൊക്കെ പോലെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. എൻട്രൻസൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവരെന്തോ എനിക്ക് തോന്നുന്നു ഒരു കാട്ടുപോത്താൻ തോന്നുന്നു, എന്തോ ഒരു സംഭവത്തിനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയൊക്കെ വെച്ചിരിക്കണം. നല്ല ഭംഗിയുള്ള എൻട്രൻസ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ആംബിയൻസും നമ്മളങ്ങോട്ട് എത്തുമ്പോൾ ഒരു ഫോറസ്റ്റിലേക്ക് കയറുന്ന പോലെ തന്നെ ഉള്ളൊരു സെറ്റപ്പിൽ ഒരു നല്ല രസമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. Instructions. Thank you very much. Feed the males, all the deer with antlers. Okay, thank you. Okay. You don't have the receipt? Yes. നമുക്ക് എന്തൊരു മാപ്പൊക്കെ തന്നിക്കണം. മുട്ടുമുയലിന് വഴി കാണിക്കണ മാത്തൊരു സാധനം കാണാൻ നല്ല രസമുണ്ട്. ഇത് ഞാൻ എടുത്തു വെക്കും. Thank you. കൊള്ളാലേ. ആൻഡ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റിൻ്റെ കൂടെ തന്നെ ഓലൊരു മാപ്പൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, ഒരു ഇൻസ്ട്രക്ഷൻ പോലെ എവിടെ എത്തുമ്പോൾ ഏതൊക്കെ മൃഗങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഉള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം. ആൻഡ് അതൊരു റൂട്ട് മാപ്പ് പോലെ തന്നെയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു പാർക്കിംഗ് ഏരിയ പോലെ ഉണ്ട്. അവിടെ നമുക്ക് ക്യാരറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ നമുക്ക് ആനിമൽസിനെ ഫീഡ് ചെയ്യാൻ പറ്റും. അതിൽ മാനുകളെ മാത്രമേ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും അവിടെ ഓരോരോ സ്ഥലത്ത്. പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന ക്യാരറ്റ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ്സ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി നിർത്തി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചേട്ടൻ നമ്മളെ രണ്ടാളെയും ഫോട്ടോ എടുത്തു. നമുക്ക് സന്തോഷമായി. ഗൈസ്, നിങ്ങളിവിടെ കാണുന്നത് ഒരു ബാത്റൂമാണ് ഗൈസ്. ഇത്രയും വിജലംബിച്ചൊരു ബാത്റൂം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കാണും. 5 സ്റ്റാർ ഹോട്ടലിലും കൂടി ഇല്ല ഇത്രയും നല്ല ബാത്റൂം. കാക്കു ക്യാരറ്റ് മേടിക്കാൻ വേണ്ടി വരി നിൽക്കാം. ഇതിവിടെ ഉള്ള മൃഗങ്ങൾക്ക് കൊടുക്കാനുണ്ടോ. വേറെ എന്തൊക്കെയോ കാണുന്നുണ്ട്. ബാക്കിയുള്ളത് വീട്ടിൽ കൊണ്ടുപോകാൻ ഗൈസ്. എന്തൊക്കെയാ പറയുന്നൊക്കെ മനസ്സിലായ പോലെ നിൽക്കാം. എക്സിറ്റ് ഇതാ ഗൈസ്. സോപ്പി എന്ന് പറഞ്ഞ എക്സിറ്റ് ഒരു ഫ്രഞ്ച് വേർഡ് പഠിച്ചോളൂ. ഞാൻ കാണിച്ചത് ഇതിൻ്റെ പരിസര പ്രദേശം, ഒരു ബാത്റൂമിൻ്റെ പരിസര പ്രദേശമാണ് ഗൈസ് ഇത്. ഫസ്റ്റ് തന്നെ നമ്മൾ മാനിനെയാണ് കേട്ടോ കണ്ടത്. മാന് ഞാൻ ഇതുവരെയും കാണാത്തൊരു ഐറ്റം, ഒരു ഭംഗിയില്ലാത്തൊരു മാന്. എന്താ ഇത് ഫീമെയിലാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ മയിലിലും എല്ലാ മൃഗങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, മയിലിൽ പെൺമയിലിനെ കാണാൻ ഭംഗിയില്ലല്ലോ, ആൺമയിലിനെ കാണാനുള്ള ഭംഗി. അതേമാതിരി തന്നെ ഈ കേസിലും. പക്ഷെ ഇവർ ഭയങ്കര ഇണക്കേനി കേട്ടോ. നമ്മളടുത്ത് അങ്ങനെ ഒരു അലമ്പൊന്നുമില്ല. പക്ഷേ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിറ്റങ്ങൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തലയിട്ടിട്ട് ഇങ്ങോട്ട് വരും ഉള്ളിലേക്ക്. അത് അത്യാവശ്യം സ്കേരിയാണ്. എനിക്ക് നല്ല പേടിയായിരുന്നു. കാക്കൂന് അത്ര കുഴപ്പമുണ്ടായില്ല. കാക്കൂന് യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. ഒരു വട്ടം ഒക്കെ വന്നിട്ടുണ്ട് ഇതിന് മുന്നേ.
ഗ്ലാസ് പൊന്നിച്ചട്ടെ വേണ്ട ഗൈസ്, ഈ പരിപാടിനോട് എനിക്കൊരു താല്പര്യമല്ല. കാക്കുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓല് ഭയങ്കര മിങ്കിളാവും, ഭയങ്കര ഫ്രണ്ട്ലി ആകാരം. പക്ഷെ എത്രത്തോളം ഫ്രണ്ട്ലി ആവും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. അവർക്ക് ഒരു പേടിയില്ല. അതിൻ്റെ തലയാണെങ്കിൽ നല്ല നീണ്ട തല. നമ്മൾ ഫോണിൽ കാണുമ്പോൾ അത് അടുത്തേക്ക് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും നമുക്ക് അത്ര വലിപ്പമുണ്ടെന്ന് തോന്നില്ല. എന്നിട്ട് ദിറ്റങ്ങൾ ഇതൊക്കെ കൂടെ മനുഷ്യൻ്റെ മേത്തേക്ക് ഇട്ടിട്ട് ഞാൻ ഫസ്റ്റൊക്കെ ഭയങ്കര അലർച്ചയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടോ നമ്മൾ അത് കൂടുതലൊന്നും കൊടുക്കാൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മളൊരു പാക്കറ്റ് ക്യാരറ്റ് മേടിച്ചത് കുറച്ചും കൂടി പോന്നപ്പോൾ തന്നെ നമ്മൾ തീർന്നു. ഇതിറ്റങ്ങൾക്കൊരു മനുഷ്യനെ പേടിയില്ല കേട്ടോ. ഐറ്റങ്ങളെ തല മൊത്തം അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇതിൻ്റെ ഇവിടെ വരെയായിരുന്നു അതിൻ്റെ തല. എന്നിട്ട് എനിക്ക് ക്യാരറ്റ് കൊടുക്കണ്ടില്ല, ജീവനം കൊണ്ടൊന്ന് പോയാൽ മതിയെന്നു. ഓ എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ കാക്ക ഇവിടെ അടുത്തത് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ കയ്യും കാട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. പാവ വണ്ടിത്തൂല അത് അതിനൊന്നും കൊടുത്തില്ല. ഇവിടെ ഒരു ആനുണ്ട് കണ്ടോ. കാക്കുൻ്റെ ക്യാരറ്റ് എന്നാ വരികയാണതേ. എനിക്ക് തെറ്റങ്ങൾ ഈ സൗണ്ടാണ് എനിക്ക് പേടി. കണ്ടോ ഒരു ക്യാരറ്റ് കൊടുത്ത തെറ്റങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് വരും മനുഷ്യൻ്റെ അടുത്തേക്ക്. പേടിയാണ് കുട്ടി. ഹായ്. അത് പോയി, അടുത്ത ക്യാരറ്റ് പോയി. നന്ദിയില്ലാത്തതിന് വേണ്ട വേണ്ട. ഇതാണ് തോന്നുന്നു കാട്ടുപന്നി. മറ്റേ കണ്ടിട്ടില്ലേ വണ്ടിന്റെ ഗ്ലാസ് കുത്തിപ്പൊടിച്ചു ആണുങ്ങളൊന്നല്ലേ അവിടെ കണ്ടിന്യൂ. അവിടെ വലിയ കൊമ്പുള്ള ഒന്നിനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇതേപോലത്തുള്ള ഓരോരോ ജലസംഭരണി പോലത്തെ ഓരോരോ ചെറിയ ചെറിയ ലേക്കും കുളങ്ങളും ഒക്കെ കാണാൻ പറ്റും. അത് അവർക്ക് എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്കായിട്ടുള്ള ഒരു നേച്ചറായിട്ടുള്ള സംഭവങ്ങൾ ഓല തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്ത പോലെ ഉണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഞാൻ പിന്നെ ഈ പാവം പിടിച്ച് ഈ കുഞ്ഞു മാനിനാണ് ഞാൻ ക്യാരറ്റ് കൊടുത്തത്. നമുക്കിതൊക്കെ പറ്റുള്ളൂ, ഈ തല എത്താത്ത കുഞ്ഞതാൾ. മറ്റേതാൾ ഭയങ്കര ഡേഞ്ചറാണ്. അതാ ക്യാരറ്റും തിന്നൊരു താങ്ക് യു പോലും പറയാതെ പോയി. ഞാൻ സസ്യായി ഗൈസ്. ആൻഡ് ഈ ഒരു ഏരിയ അതേപോലെ അത് കുറച്ചൊരു വൈഡായിട്ടുള്ളൊരു കുഞ്ഞൊരു പുഴ പോലെ ഉണ്ടായിരുന്നു. അതിൽ താറാവ് പോലെ ഉണ്ടായൊരു സാധനം. ഞാൻ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. അതും ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. അത് അതിറ്റാൾ അത് കൂടെ അങ്ങനെ നീന്തിയും കളിച്ചൊക്കെ നടക്കണ്ടായിരുന്നു. ചിലവർ അതിറ്റങ്ങൾക്ക് എന്തോ ഒരു ഫുഡ് കൊടുക്കുന്നുണ്ട്, ഒരു റൗണ്ട് കളർ സാധനം. ഇത് പിന്നെ ഇവിടെ ഉള്ള പന്നിക്കുട്ടികളെ ഞാൻ കാണിച്ചെന്നില്ലേ, ആ പന്നിക്കുട്ടികൾ താമസിക്കുന്ന വീടാണ്. നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടായിട്ട് ഉണ്ടാക്കിക്കോ. നമ്മൾ ഈ കാർട്ടൂൺസിലൊക്കെ കാണുന്ന പോലെ അത് ഇതേപോലെ ഇടയിലിടയിൽ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഇത് വേറെ എന്തോ ഒരു ഐറ്റം മാന എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതിൻ്റെ കൊമ്പ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് നല്ല നമ്മൾ ചിത്രത്തിലൊക്കെ കൊമ്പും ചുള്ളിയും വരക്കുന്ന പോലെ നല്ല ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കൊമ്പുകൾ ഇതേപോലെ അവിടെ കുറേ സെയിൽ ചെയ്യാനും ഒക്കെ കണ്ടിട്ടുണ്ടായി. ചില സ്ഥലത്ത് ഇത് വെച്ചിട്ട് ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ട് കണ്ടു. പിന്നെ കുറച്ച് പോയപ്പോൾ നമ്മൾ നെക്സ്റ്റ് അനിമൽ ചെന്നായ, നല്ല പഞ്ഞി മാതിരിയുള്ള ചെന്നായകൾ അവിടെ നിൽക്കുന്നുണ്ടായി. പിന്നെ ചെറിയൊരു റെയിൻ ഉണ്ടായതുകൊണ്ട് ഒരുപാട് മൃഗങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടുമില്ല. അതുണ്ടോ ഇതിറ്റങ്ങൾ. ഇതിൽ തന്നെ ഒരൈറ്റം നമ്മളെ കുത്താൻ വേണ്ടിയിട്ട് വന്നു നമ്മളെ വണ്ടി നിർത്തിയപ്പോൾ. അതിൽ നമ്മൾ ഓടിച്ചിട്ട് വിട്ടതാണ്. ഇതാണ് എനിക്ക് പോയിൽ ഏറ്റവും കണ്ടിൽ ഇഷ്ടപ്പെട്ടൊരു സാധനം. നല്ല ക്യൂട്ടായിരുന്നു. അത് ആ ഒരു സംഭവമുണ്ട്, ഒരു പച്ച കളർ സാധനം കണ്ടു. അത് കഴിക്കുന്നതാണ് നല്ല ഭംഗിയായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മെയിൻ സാധനത്തിനെ കണ്ടത്. അയ്യോ കാട്ടുപോത്ത്. ഇത് ഈ കാണുന്ന പോലെയല്ല ഗൈസ്, ഇത് ഭയങ്കര സൈസാണ്. ഇതിൽ കാണുമ്പോൾ നമുക്ക് അത്രത്തോളം അതിൻ്റെ വലിപ്പം മനസ്സിലാവില്ല. നമ്മൾ ഈ ബാഹുബലിയിലില്ലേ, അതിലുള്ള നെഗറ്റീവ് റോളിലുള്ള ചേട്ടൻ ഒരു പോത്തിനെയും കൊണ്ട് മല്ലയുദ്ധം പിടിക്കണ്, ആ മാതിരി സൈസുള്ളൊരു സാധനം. അതിൻ്റെ തലയൊക്കെ വേറെ പോലെ, നമ്മളെ നാട്ടിലത്തെ മാതിരിയല്ല. നല്ല എന്താ പറയുക, അതിൻ്റെ മുഖത്തൊക്കെ കുറേ രോമങ്ങളൊക്കെ ഉള്ള പോലെ അലാക്കിൻ്റെ നല്ല സൈസുള്ള സാധനങ്ങൾ. ഇനി അതൊക്കെ ഐറ്റങ്ങൾ പാവങ്ങളായി അവിടെ നിൽക്കുന്നു, തിരക്കടില്ല. അല്ല അതിറ്റകളൊക്കെ കൂടെ ഓടി വന്നു കഴിഞ്ഞാണ്ടല്ലോ നല്ല രസമാവും കാണാൻ. കണ്ടോ നല്ല ഡീസൻ്റായിട്ട് കിടക്കുന്ന. പിന്നെ നമ്മൾ കുതിരകളെ നമ്മളങ്ങനെ കൂടുതലൊന്നും കണ്ടിട്ടില്ല. ഈ ഒരു ഐറ്റത്തിനെ മാത്രമേ പോണ വഴിക്ക് കണ്ടുള്ളൂ. പിന്നെ ഒരു ഫാമിലെത്തിയപ്പോൾ അവിടെ കുറച്ചെണ്ണത്തിൽ ഇങ്ങനെ കണ്ടു. പിന്നെ അതൊരു വലിയൊരു രസം ഉണ്ടായിരുന്നില്ല. പാവങ്ങളായി ഒരു 3 കുതിരകൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ അവരുടെ തോന്നുന്നു വേറൊരു കൈൻഡ് ഓഫ് വീട് പോലത്തെ ഒരു സാധനം, ഒരു കൂട് പോലത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ അവരിങ്ങനെ ഇരിക്കുന്നുണ്ട്. അതാ ഈ സാധനം കണ്ടോ, നല്ല നല്ല രസമായിട്ട് ഉണ്ടാക്കിക്കണം. അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിക്കണമെന്നൊന്നും അറിയില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അവർ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മൃഗം ഇരിക്കുന്നുണ്ട്. കണ്ടോ മക്കളുടെ വണ്ടി കള്ള കണ്ടുപിടിച്ചു. സ്പ്രിംഗ് സീസൺ ഈസ് ഹിയർ ഗൈസ്. പൂക്കളും ഇലകളും എല്ലാം നല്ല ഭംഗിയിൽ കളറ് മാറി വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ.
നമ്മൾ നേരത്തെ കണ്ട അതേപോലത്തെ വേറൊരു ക്യൂട്ട് സാധനം, ഇത് അണ്ണാനാണോ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ട് തിന്നണാണ്. അത് നല്ല ക്യൂട്ടായിനി. അത് കഴിഞ്ഞിട്ട് ഇതാണ് വേറൊരു നല്ലൊരു സാധനം കണ്ടത്. ഞങ്ങൾ ഒരു ബ്ലോക്കിൽ പെട്ടിട്ട് കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുക, വണ്ടി എത്രയായിട്ട് മൂവ് ആവണില്ല. അതിൽ പിന്നെ ഞങ്ങൾ മുന്നിൽ കിട്ടും. അപ്പോൾ നോക്കുമ്പോൾ ഈ സംഭവം അവിടെ തന്നെ നിൽക്കുക, ഒരു ഇളക്കമല്ല ഒന്നുമില്ല. അത് എന്താ സാധനം എന്നറിയില്ല, പോത്താണോ എന്താണെന്നറിയില്ല, പക്ഷെ അതിൻ്റെ കൊമ്പും ഒക്കെ കൂടെ കണ്ടിട്ട് എല്ലാത്തിൻ്റെയും കൂടെ ഒരു മിശ്ര വേഴ്സനെയാണ്. ഈ മാനിൻ്റെ കൊമ്പും പോത്തിൻ്റെ ഉടലും ഒക്കെ കൂടെ ആയിട്ട് നല്ല ഒരു അലാക്കിൻ്റെ ഒരു സംഭവം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറൊരു സ്റ്റോപ്പിലെത്തി. ഇവിടെ അതേപോലെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്കിനി ക്യാരറ്റ്സ് ഒക്കെ കൂടുതൽ വേണമെങ്കിൽ മേടിക്കാം. അതേപോലെ വാഷിംഗ് ഏരിയയും ഒക്കെ ഉണ്ട്. പിന്നെ വോൾഫിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അവർക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള, നമ്മൾ അവിടെയൊക്കെ പോയിട്ടുണ്ടായി. ഇവിടുത്തെ ഓരോ ഇതിൻ്റെയും ബിൽഡിങ്ങിൻ്റെയും അറേഞ്ച്മെൻറ്റ്സും സെറ്റിങ്സും പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഭയങ്കര അടിപൊളിയാണ്. ഒക്കെ വുഡിലാണ് ഓല് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് അവിടെ ചെന്ന് ഒമേഗ പാർക്കിൻ്റെ ഒരു ഐഡൻറ്റിറ്റി പോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മൾ വിചാരിക്കാത്ത അത്രയും എക്സ്പെൻസീവാണ്. കുറേ ആളുകൾ അവിടുന്ന് മേടിക്കുന്നുണ്ട്. നമ്മളവിടുന്ന് ഒന്നും മേടിച്ചില്ല, നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. അത്രയും പൈസ ഒന്നും കൊടുത്തിട്ട് മേടിക്കാൻ എൻ്റെ മനസ്സാക്ഷി എന്നെ അനുവദിച്ചില്ല ഗൈസ്. അവരാർക്കോ എന്തൊക്കെയോ മേടിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനത്തെ ഈ ക്യൂട്ട് കീ ചെയിനുകളും കുറേ സംഭവങ്ങൾ അവിടെ കാണാനുണ്ട്. അതൊക്കെ പോലെ സെറ്റ് ചെയ്ത രീതി നല്ല രസമുണ്ട് കേട്ടോ. കാക്കു വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം, ഒരു കാര്യമല്ലാതെ. എനിക്കതിൽ ഏറ്റവും ഇഷ്ടമായത് മറ്റേ ഈ മാഗ്നറ്റ്സാണ്. നമ്മൾ ഈ ഫ്രിഡ്ജിൻ്റെ മേലൊക്കെ ഇങ്ങനെ വെക്കൂലേ, അതേപോലത്തെ കുറേ മാഗ്നറ്റ്സ് ഉണ്ടായിരുന്നു, കുറേ ഭംഗിയുള്ളത്. നമ്മളൊക്കെ ജസ്റ്റ് നോക്കി വിലയും നോക്കി പുറത്തിറങ്ങി. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ഈ ഏരിയയിൽ നിന്നൊക്കെ. കുറച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും മഴയത്ത് ഇങ്ങനെ നല്ല ക്യൂ നിൽക്കുന്നത്. സത്യത്തിൽ എന്തിനാണെന്ന് ആദ്യം മനസ്സിലായില്ല, പിന്നെയാണ് ഒരു ഫാം ട്രക്കിംഗ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാവരും മഴയത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ വണ്ടി വന്നപ്പോൾ ഒളിച്ചിരുന്ന് കണ്ട് പിന്നെ ഓടിക്കയറി. 50 ആളെയും തോന്നുന്നു ഒരു സെറ്റിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു. പിന്നെ മഴ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചത്ര ഒരു ഇതുണ്ടായിരുന്നില്ല, കാരണം നമുക്ക് ആകെ നനഞ്ഞ് പിഴിഞ്ഞ് ഒരു സെറ്റപ്പ് ഉണ്ടായില്ല. ഫുള്ള് വെയിലാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാവേനു. അപ്പോൾ ഇത് ഓൾറെഡി ഒരു ഫാം വിസിറ്റ് കഴിഞ്ഞ് തിരിച്ചു ആക്കുന്നവരാണ്. അവർ തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ പുതിയ സെറ്റ്, നമ്മൾ കുറച്ച് ആളുകൾ പുതിയത് കയറും. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു, ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ ആയാലും കുട്ടികളും മക്കളും ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ വന്നവരുണ്ടായി. അങ്ങനെ നമ്മൾ കയറണം. അവിടെ നിന്ന് നമ്മളൊരു മലയാളി ഫാമിലിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായി. കോട്ടയം ടീംസാന്ന് തോന്നുന്നു. അവർ ഹസ്ബൻഡും വൈഫും അമ്മയും കൊച്ചും ഒക്കെ ഉണ്ടായിരുന്നു. അവരിതേപോലെ നമ്മുടെ കൂടെ ഉണ്ടായിനി. പിന്നെ നമ്മൾ പോവാണ്, വണ്ടി മൂവാകുമ്പോൾ അതേപോലെ നല്ല വ്യൂ, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര അടിപൊളി വ്യൂ, നല്ല രസമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഈ പോണതിൻ്റെ ഇടയിൽ നമ്മൾ ഇതേപോലെ മൃഗങ്ങളെയൊന്നും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് ഇപ്പോൾ പോകുന്നതൊരു ഇതേപോലെ ഇപ്പോൾ നമ്മൾ നിർത്തിയ ഈ പാർക്ക് പോലെ തന്നെ ഒരു ചെറിയൊരു കുഞ്ഞൊരു ഫാമിലിക്കാണ്. അവിടെ 1-2 ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ കുറച്ച് മൃഗങ്ങളൊക്കെ അതിലും അവർ ഇതാക്കിയിട്ടിരിക്കുന്നു. അത് ഭയങ്കര ഒരു വിചലംബിച്ച കാഴ്ചയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ ഒന്നും വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ആൻഡ് നമ്മൾ ഫാമിലെത്തി. ഇവിടെ എത്തുമ്പോൾ മഴക്ക് കുറച്ച് കുറവുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തിട്ടോ. ഇതേപോലെ 2 ഏരിയ ആയിട്ട് നമുക്കൊരു സീറ്റിംഗ് സ്പേസ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. അതിൽ ഫസ്റ്റിൽ വന്നത് നല്ല രസമുണ്ട്. അവിടെ ഒരു ബുക്ക് ഉണ്ട് കേട്ടോ. അതിൽ നമുക്ക് നമ്മുടെ മെമ്മറീസും കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെക്കാം. ഞാനും എഴുതിയിരിക്കണം വെറുതെ പുളിയായി. ആൻഡ് പിന്നെ നമ്മൾ ഇപ്പുറത്തെ മേലക്കുള്ള ഫാമിൽ വന്നപ്പോൾ അവിടെ കുറച്ച് പശുവും മുയലും ഒക്കെ കാണാനുണ്ട്. എനിക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ ഒരുമാതിരി സ്മെല്ലാണ്, എനിക്കത് ഭയങ്കര എന്തോ പോലെ തോന്നും. അപ്പോൾ ഒന്നാമത് മഴയായിട്ട് എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ കയറി നെക്സ്റ്റ് വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല രസമായിരിക്കും. ആ കുട്ടി ആ ആടിനെയും കൊണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടായി. അടുത്ത വണ്ടി നമ്മൾ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കിയിരുന്നു, കാരണം ഒരുപാട് ആളുകളുണ്ടായിരുന്നു. നമ്മളതിൽ കൊണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത വണ്ടിക്ക് വേണ്ടിയിട്ട് വീണ്ടും വെയിറ്റ് ആക്കണം, പോസ്റ്റാവും. അപ്പോൾ നമ്മൾ വേഗം ഓടി കയറിട്ടോ. തിരിച്ച് നമ്മൾ വന്ന അവിടെ സ്ഥലത്തുള്ള മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ചെന്നായനെന്ന് തോന്നുന്നു ഈ സംഭവം. നല്ലൊരു വെള്ള കളറായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവർക്ക് ആരോ മീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവരത് കഴിക്കുകയാണ്. അവരെ തീറ്റ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും. നമ്മൾ ആരെങ്കിലും കൈ കിട്ടിക്കഴിഞ്ഞാൽ കടിച്ച് പറിച്ച് തിന്നും എന്നുള്ളൊരു സെറ്റപ്പിലാണ് അവർ തീറ്റ. പക്ഷേ ദിറ്റുകളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ദിറ്റുകളൊക്കെ അതേപോലെ ഭയങ്കര സൈസാണ്, നമ്മൾ ഈ കാണുന്ന പോലെയല്ല. അപ്പോൾ ഈ ഒരു സംഭവം കൊണ്ട് ഇതിൻ്റെ താഴെയാണ് ഗ്ലാസ് ഇട്ടിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, നമുക്കിങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അതേപോലെ നമുക്കിതിൻ്റെ മേലെ വന്നിട്ട്
അവരെ നോക്കാനും അതേപോലെ ഫുഡ് ഇട്ട് കൊടുക്കാനൊക്കെ നമുക്ക് പറ്റും. പക്ഷേ അവരിട്ട് കൊടുത്ത ആ മീറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് സ്ഥലം വിട്ടു. അവരൊരു വലിയൊരു ഫാമിലി ഉണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ ഒന്നുകൂടി ശരിക്കും കാണാമെന്ന് വിചാരിച്ച് വന്നപ്പോഴേക്കും അവരെല്ലാവരും പോയിട്ടുണ്ടായി. കണ്ടോ, ഓടി ഓടി പോകുന്നു. ആവശ്യമുള്ള നേരത്തെ ഈ ഫോണൊന്നും ഫോക്കസ് ആവില്ല. അങ്ങനെ നമ്മൾ പിന്നെ അവിടുന്ന് മഴ തന്നെയല്ലേ, പിന്നെ അവിടുന്ന് തിരിച്ചു പോരുകയാണ് കേട്ടോ. തിരിച്ചു പോരുന്ന വഴിക്കാണ് പിന്നെ ഇതിനെ കണ്ടത്. ഇതിറ്റുകളെ കുറച്ച് നല്ല സംഭവമാണ്. അതിറ്റാളെ കൊമ്പും ആ ഒരു സൈസും എല്ലാം കൂടെ കാണാൻ നല്ല രസമുണ്ട്. ഈ സാധനം ഞങ്ങൾ വണ്ടി കുത്താൻ വന്നു ഗൈസ്, അതിൻ്റെ കൊമ്പും കൊണ്ട്. ഇത് എന്താണ് സംഭവം ഞങ്ങൾക്ക് രണ്ടാൾക്കും മനസ്സിലായിട്ടില്ല. അതിന് ചെമ്മരിയാടാണോ ഇനി വേറെ എന്തെങ്കിലും ഐറ്റാണോ അറിയില്ല. പക്ഷേ രസമുണ്ട് സംഭവത്തിനെ കാണാൻ. എനിക്ക് പിന്നെ ഞാൻ ഭയങ്കര അത്ഭുതമായിട്ട് കണ്ടതാണ് ഇത് കരടിയാൾ. നല്ല കറുപ്പ് കളറിൽ ഇങ്ങനെ കുഴിയാമൻ്റെ മാതിരി പോകുന്നുണ്ട്. ഐറ്റാൾ നല്ല ക്യൂട്ടാണ് വിട്ടുന്ന് കാണുമ്പോൾ. അടുത്തേക്ക് എത്തുമ്പോൾ എന്താ സ്വഭാവം എന്ന് എനിക്കറിയില്ല. പക്ഷേ അതേപോലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഐറ്റാളൊക്കെ. ഞാൻ സംഭവം കഴിഞ്ഞു, ഇനി ഒന്നും ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരുകയാണ്. പക്ഷേ ആ പോരണീൻ്റെ ഇടയിൽ നമ്മൾ ഫോറസ്റ്റിൻ്റെ കുറച്ച് ലാസ്റ്റൊക്കെ എത്തുമ്പോഴാണ് ഈ കരടിയാളൊക്കെ കാണുന്നത്. അതിറ്റാൾ അതേപോലെ നല്ല രസമുണ്ടായിരുന്നു കരടിക്കുട്ടന്മാരെ കാണാൻ. സോ ഗൈസ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ഒമേഗ പാർക്ക്. ഇനി വേറെ എന്തെങ്കിലും വിഷ്വൽ ഉണ്ടെങ്കിൽ ഞാൻ എടുത്തിടുന്നതായിരിക്കും. അല്ലാതെ വേറെ ഒന്നുമില്ല, എനിക്ക് മതിയായി വീഡിയോ എടുത്ത് കുഴങ്ങി ഗൈസ്. സോ ബൈ ബൈ. aku tiada pernah lu tiada bye ഇതൊന്നും ഞാൻ കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ ഇടും. പിന്നെ എന്താ പോകണ്ടെടുക്കാൻ. ഓക്കെ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. ഫൈനലി നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോന്നു. ഇവിടെ കാനഡയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും പോകണമെന്ന് ഞാൻ പറയുന്ന ഒരു സ്ഥലം കേട്ടോ. നമ്മൾ ഫുൾഫില്ലായി പോവും. നമ്മൾ ഒരു നിറഞ്ഞ പോലെ തോന്നും നമുക്ക്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.